അന്വേഷണം വേണ്ട എന്നാണ് സർക്കാർ പറയുന്നത്. CBI അന്വേഷണം വേണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നത്. ഇത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞല്ലോ, കോടതി തീരുമാനിക്കട്ടെ. മാത്രമല്ല CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും കൊന്നിട്ട് കെട്ടിത്തൂക്കിയെന്നാണ്. അപ്പോ അതിന്റെ മറ്റൊരർത്ഥം BP ദിവ്യ കുറ്റവിമുക്തിയാണെന്ന് ഹർജിക്കാരി തന്നെ പറയുന്നുവെന്നാണ്. BP ദിവ്യയുടെ പേരിലുള്ള ആരോപണം എന്താ? ആത്മഹത്യക്ക് പ്രേരണ. BP ദിവ്യ ഇതുവരെ കൊന്നിട്ട് കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അത് MP ജയരാജനാണ് ചെയ്തതെങ്കിൽ അന്വേഷിച്ചോട്ടെ, നമുക്കെന്ന നടത്തും. കൊന്നിട്ട് കെട്ടിത്തൂക്കിയത് ഒരു ജയരാജനാണ്, നാരായണനാണ്, കോരനാണ് എന്നാണെങ്കിൽ അന്വേഷിച്ചോട്ടെ, നമുക്ക്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാഴ്ചപ്പാടെന്താണ്? ഏറ്റവും മികച്ച അന്വേഷണം നടത്തുകയാണ്. ഇപ്പൊ ദിവ്യയുടെ തന്നെ സംഭവം നിങ്ങൾ എടുത്തു പോകും. ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തിയതായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസം 15 രാവിലെയാണ് കണ്ടത്. ഇതിന്റെ നാനാവശങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുന്നു. അപ്പൊ അങ്ങനെ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ പിഴവുണ്ടെന്ന് ആർക്കാണ് ആക്ഷേപം? ആ കുടുംബത്തിനാണ്. സ്വാഭാവികമായും ആ കുടുംബത്തിന് കോടതിയെ സമീപിക്കുന്നു. കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. പിന്നെ CBIയെ കുറിച്ചും EDയെ കുറിച്ചും NIAയെ കുറിച്ചും ഇതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ചും CPMനോട് ചോദിച്ചാലുള്ള അഭിപ്രായം എന്താണ്? അതാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ അന്വേഷണ ഏജൻസികൾ മികച്ചതല്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിലിട്ട തത്തയാണ്. അപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള ഉപകരണമായിട്ടാണ്. അതിനോട് CPMന് യോജിക്കും. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചതാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചത്. അതിലൊരു മുഖ്യമന്ത്രി വീണ്ടും ജനഹിത പരിശോധനക്ക് സന്നദ്ധമായപ്പോ ഊതിക്കാച്ചിയ തങ്കത്തിന്റെ പന്തരമാറ്റ തിളക്കത്തോടുകൂടി വീണ്ടും മുമ്പ് കിട്ടിയതിനേക്കാൾ സീറ്റോടുകൂടി വന്നിരിക്കും. അപ്പൊ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നതാണ് CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എന്ന രാഷ്ട്രീയമാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ബാക്കി കോടതിയാണ് തീരുമാനിക്കുന്നത്. മരണത്തെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള ആളാണ്. നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് വിധവിയായ ഒരാളാണ് ഹർജിക്കാരി. അവർക്ക് ന്യായമായി കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട്. ഈ മെക്സവൻ എന്ന് പറയുന്നത്